എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. അപ്പോൾ ഇന്നലെ തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മളോട് ചോദിക്കുന്ന ഒന്നാണ് കാറ്റഗറി റാങ്ക് ലിസ്റ്റ് എവിടെ, അതോടൊപ്പം തന്നെ ഈ സുപ്രീം കോടതിയിലൊക്കെ പോകുന്നു എന്ന വാർത്ത കേട്ടു. ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യണമോ എന്നൊക്കെയുള്ള ഡൗട്ടുകൾ. എങ്ങനെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യണമെന്ന് വളരെ കൃത്യമായിട്ട് ഡെമോ വീഡിയോ, അതായത് 2025 തന്നെ ഒരു വിദ്യാർത്ഥിയുടെ വെബ്സൈറ്റിൽ അവരുടെ ക്രെഡൻഷ്യൽസ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോ. ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡ് അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇനി കേസും കാര്യങ്ങളൊക്കെ ഒരു സൈഡിലൂടെ പോകുമ്പോഴും ഇവരിപ്പോൾ ഇറക്കിയിരിക്കുന്ന സർക്കുലർ അനുസരിച്ച് 16-ാം തീയതി വരെ മാത്രമാണ് ഈ ഓപ്ഷൻസ് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഡേറ്റ്. ഇനി അഥവാ നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നീട് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ടാവില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാവരും തന്നെ ഈ ഒരു ടൈം ഫ്രെയിമിനകത്ത് അക്ഷയ വഴിയോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ അങ്ങനെയോ മൊബൈൽ വഴി ചെയ്യുമ്പോൾ പലരും പറയുന്ന ഒരു കാര്യം സേവ് ആകുന്നില്ല എന്നൊക്കെ ഒരുപാട് കംപ്ലൈൻറ്റുകൾ വരുന്നുണ്ട്. സോ അത് ഒഴിവാക്കിയിട്ട് മാക്സിമം സേഫായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇനി കാറ്റഗറി റാങ്ക് ലിസ്റ്റ് എന്തുകൊണ്ട് വരുന്നില്ല? കാരണം സാധാരണ ഒരു ജനറൽ റാങ്ക് ലിസ്റ്റ് വന്നു, അതിനുശേഷം കാറ്റഗറി റാങ്ക് ലിസ്റ്റൊക്കെ നമ്മൾ നേരത്തെ വന്നു, അതിനെയാണ് പിന്നീട് റദ്ദാക്കിയത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രധാനമായിട്ടും കാറ്റഗറി റാങ്ക് ലിസ്റ്റ് നിങ്ങൾ ആദ്യം വന്നതിൽ തന്നെ ചെക്ക് ചെയ്യുമ്പോൾ SI നമ്പറാണ്, അതായത് ആ ഒരു മുൻഗണനാ ക്രമമാണ്. അതെന്തായാലും ഓപ്ഷൻ രജിസ്ട്രേഷന് പ്രത്യേകം നിങ്ങളെ ഒരു തരത്തിലും ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം. ഇനി എപ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു ബെനിഫിറ്റ് വരുന്നത്? അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത് ഒരു കോളേജ് തന്നെ ഇത്ര പെർസെൻറ്റേജ് റിസർവേഷൻ ഒരു പ്രത്യേക കാറ്റഗറിക്ക് ഉള്ളപ്പോൾ ഒരാളില്ല എങ്കിൽ അടുത്ത ആളിനെ പരിഗണിക്കാൻ വേണ്ടി ജനറൽ കാറ്റഗറി ലിസ്റ്റ് അല്ല നോക്കുന്നത്, പകരം എന്താണ് അതായത് ജനറൽ ലിസ്റ്റ് അല്ല, പകരം കാറ്റഗറി ലിസ്റ്റ് നോക്കിയിട്ട് ആ ഒരു കാറ്റഗറിയിൽ അടുത്ത വരുന്ന ആളാണോ അവർക്കായിരിക്കും മുൻഗണന. അതാണ് കാറ്റഗറി ലിസ്റ്റിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ ഇപ്പോൾ അത് വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൂടുതലായിട്ട് വിഷമിക്കേണ്ട. തീർച്ചയായിട്ടും അത് വരിക തന്നെ ചെയ്യും അലോട്ട്മെൻറ്റിന് മുമ്പായിട്ട്. ഇപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറഞ്ഞ പോലെ കാറ്റഗറി റാങ്ക് ലിസ്റ്റ് വിട്ടിട്ട് നിങ്ങളുടെ ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ പരമാവധി മാക്സിമം എഫക്റ്റീവായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. കോളേജുകളുടെ ലിസ്റ്റ്, ലാസ്റ്റ് റാങ്ക് അനാലിസിസ്, അതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള ChatGPT പ്രോംപ്റ്റുകൾ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ രജിസ്ട്രേഷന് സഹായകരമായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും നമ്മൾ ഇൻസ്റ്റാഗ്രാം വഴിയും നമ്മുടെ യൂട്യൂബ് വഴിയും നൽകുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റ ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം, ഞങ്ങൾ റിപ്ലൈ തരും.